ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുളമാവ് ഡാം കണ്ടു കഴിഞ്ഞ് അരക്കുളത്തേക്ക് വരുമ്പോൾ നാടുകാണി വ്യൂ പോയിന്റിൽ നിന്നുമുള്ള മൂലമറ്റത്തിൻ്റെ കാഴ്ചകളാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നാടുകാണി പവലിയനിൽ നിന്നും മൂലമറ്റം പര്യവേഷണം ചെയ്യുന്നു. മോഹിപ്പിക്കുന്ന നാടുകാണി പവലിയനിൽ നിന്ന് മൂലമറ്റത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ പരിവേഷണം ചെയ്യുമ്പോൾ ഈ ആശ്വാസകരമായ യാത്രയിലേക്ക് സ്വാഗതം. കേരളത്തിലെ സമൃദ്ധമായ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന മൂലമറ്റം അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിനും സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ടതാണ്. നാടുകാണി പവലിയൻ ഒരു തികഞ്ഞ വ്യൂ പോയിൻ്റ്. ഈ പ്രദേശത്തെ ഏറ്റവും മികച്ചത് പ്രദർശിപ്പിക്കുന്ന ഒരു പനോരമിക് വീക്ഷണം പ്രദാനം ചെയ്യുന്നു. ഇവിടുത്തെ പ്രവേശനത്തിന് നമ്മൾ പാസ് എടുക്കണം. ഗേറ്റിൽ തന്നെ പാസ് വിതരണം ചെയ്യുന്നുണ്ട്. 10 രൂപയായിരുന്നു പാസ് എടുത്ത് അകത്ത് കയറിയാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലമുണ്ട്. മഴ വന്നാൽ നനയാതെ കയറി നിൽക്കാനും താഴത്തെ വ്യൂ ആസ്വദിക്കാനുമുള്ള ഒരു 2 നില ഗാലറി ഉണ്ട്. അത്യാവശ്യത്തിന് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. നമ്മളിപ്പം കണ്ടത് ഇവിടുത്തെ ഒരു സബ്സ്റ്റേഷനാണ്. നമ്മുടെ ഇടുക്കി ഈ ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഈ സബ്സ്റ്റേഷൻ വഴിയാണ് നമ്മുടെ വിതരണ ശൃംഖലയിലേക്ക് എത്തിക്കുന്നത്. മൂലമറ്റത്തിൻ്റെ ഒരു കാഴ്ച, കുന്നുകൾ പരന്നു കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ, അടുത്തുള്ള അണക്കെട്ടിൻ്റെ ശാന്തമായ ജലം എന്നിവയാൽ സ്വഭാവ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് മൂലമറ്റം പ്രസിദ്ധമാണ്. നാടുകാണി പവലിയനിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളെ ആദ്യം സ്പർശിക്കുന്നത് ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള പച്ചപ്പാണ്. ഇവിടുത്തെ പ്രകൃതിയുടെ സമ്പന്നമായ പച്ചപ്പ് കണ്ണിന് വിരുന്നാണ്. അത് സമൃദ്ധമായ താഴ്വരകളാലും തിളങ്ങുന്ന വെള്ളമായാലും മൂലമറ്റം ഓരോ സന്ദർശകനെയും ആകർഷിക്കുന്നു. ഇപ്പം നമ്മളാ കാണുന്നത് മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ വെള്ളം കൂടെ ആണെന്ന് തോന്നി ഇവിടുന്ന് വരുന്നത്. ഇതാണ് താഴോട്ട് പോയി മലങ്കര ഡാമിൽ പോയി സ്റ്റോർ ചെയ്ത് അവിടുന്ന് ജലസേനത്തിനും മറ്റുമായി കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് അവിടെ നിന്ന് വിതരണം ചെയ്യുന്നത്. നാടുകാണി പവലിയൻ അനുഭവം. നാടുകാണി പവലിയൻ ഒരു വ്യൂ പോയിന്റ് മാത്രമല്ല, അതൊരു അനുഭവമാണ്. മികച്ച കാഴ്ചകൾ നൽകുന്നതിനായി രൂപകൽപ്പനിക്കുന്ന പവലിയൻ സന്ദർശകർക്ക് ചുറ്റുപാടുകളുടെ പ്രകൃതി ഭംഗിയിൽ മുഴുകാൻ അനുവദിക്കുന്നു. ഞങ്ങൾ കാഴ്ചകളിലേക്ക് കിടക്കുമ്പോൾ മരങ്ങളുടെ മൃദുവായ ചാഞ്ചാട്ടം നിങ്ങൾ ശ്രദ്ധിക്കും. പക്ഷികളുടെ ശ്രുതിമധുരമായ ചിലമ്പൽ കേൾക്കും. ഇവിടുത്തെ വായു ശുദ്ധവും ഉന്മേഷദായകവുമാണ്. ഇത് വിശ്രമത്തിനും പ്രതിഫലനത്തിനും അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. മേഘങ്ങൾ ഇങ്ങനെ താഴേന്ന് കയറി മുകളിലോട്ട് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാഴ്ച ഈ മേഘങ്ങൾ മറയ്ക്കുന്നുണ്ട്. വർഷം മുഴുവനും മാറുന്ന ഋതുക്കൾക്കനുസരിച്ച് മൂലമറ്റം രൂപാന്തരപ്പെടുന്നു. മൺസൂണിൽ ഈ പ്രദേശം പച്ചപ്പിൽ നനഞ്ഞൊഴുകുന്നു. വെള്ളച്ചാട്ടങ്ങളിൽ ചാരുത വർദ്ധിപ്പിക്കുന്നു. കുന്നുകൾക്ക് മുകളിലൂടെ മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് ഒരു നിഗൂഢമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പ്രകൃതിയെ മൃദുവായ പഞ്ഞി പോലെയുള്ള പുതപ്പിൽ പൊതിയുന്നത് പോലെ ശൈത്യകാലത്ത് തെളിഞ്ഞ ആകാശം അതിശയകരമായ സൂര്യാസ്തമനങ്ങൾ വെളിപ്പെടുത്തുന്നു. അത് ചക്രവാളത്തെ ഓറഞ്ച്, പിങ്ക് നിറങ്ങളിൽ വരയ്ക്കുന്നു. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അവിസ്മരണീയമാക്കുന്നു. സസ്യ ജന്തുജാലങ്ങൾ. മൂലമറ്റം ഒരു ജൈവ വൈവിധ്യ കേന്ദ്രമാണ്. നാടുകാണിയിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ ഈ പ്രദേശത്ത് വസിക്കുന്ന വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾക്കായി കരുതിയിരിക്കുക. വിവിധയിനം പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഈ പ്രദേശം. പക്ഷി നിരീക്ഷകരുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. സവിശേഷമായ ആവാസ വ്യവസ്ഥ സമ്പന്നമായ വൈവിധ്യമാർന്ന സസ്യങ്ങളെ പിന്തുണയ്ക്കുന്നു. അവയിൽ പലതും കേരളത്തിൻ്റെ ഈ ഭാഗത്താണ്. പ്രകൃതി സൗന്ദര്യത്തിനും അപ്പുറം മൂലമറ്റം സാംസ്കാരിക പ്രാധാന്യം ഉൾക്കൊള്ളുന്നു. കേരളത്തിൻ്റെ സമ്പന്നമായ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഊർജ്ജസ്വലമായ പ്രാദേശിക പാരമ്പര്യങ്ങളുടെയും ഉത്സവങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് ഈ പ്രദേശം. അപ്പോൾ പ്രാദേശിക കമ്മ്യൂണിറ്റിയുമായി ഇടപഴകുന്ന ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക രേഖയെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് പ്രദാനം ചെയ്യും. ആളുകളുടെ ഊഷ്മളതയും അവരുടെ കഥകളും നിങ്ങളുടെ സന്ദർശനത്തിന് സവിശേഷമായ ഒരു സ്പർശം നൽകുന്നു. ഇത് കൂടുതൽ അവിസ്മരണീയമാക്കുന്നു. നാടുകാണി പവലിയനിൽ നിന്നുള്ള ഞങ്ങളുടെ യാത്ര അവസാനിക്കുമ്പോൾ മൂലമറ്റത്തിൻ്റെ ഈ ദൃശ്യാന്വേഷണം നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ലക്ഷ്യസ്ഥാനം അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ മാത്രമല്ല, അത് പ്രകൃതിയുമായി ഒന്നായതിൻ്റെ ശാന്തതയിൽ നനഞ്ഞു കുതിർന്നതിൻ്റെയും നമ്മെ ചുറ്റിപ്പറ്റിയുള്ള സൗന്ദര്യത്തെ ഉൾക്കൊള്ളുന്നതിൻ്റെയും അനുഭവത്തെക്കുറിച്ചാണ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയായാലും ഫോട്ടോഗ്രാഫിയിൽ തൽപരനായാലും അല്ലെങ്കിൽ സമാധാനവും സ്വസ്ഥതയും തേടുന്ന ഒരാളായാലും മൂലമറ്റം എല്ലാവർക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട്.
ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. മൂലമറ്റം സന്ദർശിച്ച് നാടുകാണി പവലിൻ്റെ മാന്ത്രികത സ്വയം അനുഭവിക്കാൻ ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.